എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജ അക്വേറിയം, അങ്ങനെ അബുദാബി ടു ഷാർജ. അങ്ങനെ നമ്മൾ 2 മണിക്കൂറിന് ശേഷം ഷാർജയിലേക്ക് എത്തി. ഷാർജ നമ്മൾ ഫസ്റ്റ് തന്നെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഉച്ച ടൈം ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഒരു മണിക്കൂറെടുത്തു നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ. അങ്ങനെ എങ്ങനെയൊക്കെയോ എവിടെയോ ഒരു സ്ഥലം നമ്മൾ കിട്ടി. അങ്ങനെ പാർക്കും ചെയ്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നു. വണ്ടി ഓടിച്ചത് ഞാനല്ലെങ്കിലും എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. നല്ല സമ്മർ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ഷാർജ അക്വേറിയത്തിലേക്കാണ് പോയത്. ചേച്ചിയുടെ മോളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്നിച്ച് എല്ലാവരും ഷാർജ അക്വേറിയത്തിലേക്ക് പോയി. അവിടെ എത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇതിൻ്റെ എൻട്രി ഫീ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക, ലൈക്കും ചെയ്യണം, അതുപോലെ തന്നെ ഷെയറും ചെയ്യണം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു കടലിൻ്റെ ഒരു ഇതുപോലെ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ഇത് കുറേ ഷെല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഞാനതെടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഇത് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാണുന്നതാണ്. ഇത് ഷാർക്ക് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്ക് മീനിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മളവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ആ സ്പേസ് കാണുന്നത് ഒരു ടൈറ്റാനിക്കിനെ പോലെ തോന്നി. ടൈറ്റാനിക്കിൻ്റെ ആ സിനിമയിലെല്ലാം കാണുന്നില്ലേ, അതുപോലെ തോന്നി. അപ്പോൾ അവിടുന്ന് ഞാൻ പറയാണ്ടായി. അതുകൊണ്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വരുന്നതാണ് ഈ സീ ഹോഴ്സൊക്കെ. ഇതിന് മുകളിലായിട്ട് ഫിഷിൻ്റെ സ്ട്രക്ചറില്ലേ, അതുപോലെ ആ ഫിഷിനെ പോലെ അവരാ ചെയ്തിരിക്കുകയാണ്. കുറേ ഫിഷ് ഇങ്ങനെ വെച്ച് ഫിഷിൻ്റെ ഷേപ്പ് പോലെ ഒരു മാതൃക പോലെ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് കടക്കുകയാണ്. എന്ത് മീനാ എന്തോ ഒരു മീൻ. അങ്ങനെ നമ്മൾ കുറേ ഒരേ ഷേപ്പാണ് എല്ലാ മീനും. അത് ഒരു ഇതിലിട്ടിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടി തന്നെ. ഇത് നമ്മൾ ആ ഫസ്റ്റ് കണ്ടിട്ടില്ലേ, ആ സെയിം തന്നെയാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഒരു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും പോയാലും ഒരേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ. ഇത് നമ്മൾ അകത്തേക്ക് കയറി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെയാണെങ്കിൽ കുറേ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മീനുകളും നമുക്ക് കാണാൻ പറ്റും. കുറേ ഷേപ്പും കുറേ കുറേ കളറുള്ള മീനുകൾ. ഇതാക്കണ്ട, ഒരു നീല വയലറ്റ് എന്തോ ഒരു തരത്തിലുള്ള മീൻ. അതിനടുന്ന് കുറേ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇടയ്ക്കെടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ അവിടുന്ന്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് പിന്നെ ഇത് വരുന്നത് എന്ന് വെച്ചാൽ എനിക്കൊരു പാമ്പിനെ പോലെയൊക്കെയാണ് തോന്നിയത്. പാമ്പല്ല, പക്ഷേ ഒരു തരം മീനാണ്, ഫിഷാണ്. എന്തെന്ന് എനിക്കറിയില്ല. അറിയുന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക ഇതെന്ത് തരം ഫിഷാണെന്ന്. അവിടെ ആ മറ്റേ ഇതിൽ എഴുതിയിട്ടുണ്ട്, എനിക്കത് എടുക്കാൻ വിട്ടുപോയി. പിന്നെ എനിക്കത് ആ മറ്റേ മീൻ നല്ലോണം ഇഷ്ടപ്പെട്ടു, കളറുള്ളത്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട് അവിടെ. ഇത് അവർ
കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് മീൻ ഫിഷിൻ്റെ ഒരു തരും. അതിൽ കളർ ചെയ്തിട്ട് അവർ കളർ ചെയ്തത് ആ സ്ക്രീനിൽ കാണിക്കും. ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു ഇത് എന്തോ ഒരു വെറൈറ്റി എന്തോ ഫിഷാണെന്ന്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അവർ കളർ ചെയ്തത് ആ സ്ക്രീനിൽ കാണുന്നതാണെന്ന്. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ പോവുകയാണ്. പിന്നെ ഇവിടെ വരുന്നത് ഇതിൽ കുറേ നമ്മൾ കഴിക്കുന്ന മീനുകളെല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് ഗെയിംസ് പൊന്നൂസെല്ലാം ഗെയിം കളിക്കുകയാണ്. പിന്നെ വരുന്നത് സ്റ്റാർ ഫിഷാണ്. സ്റ്റാർ ഫിഷ് ഇത് നമുക്ക് ടച്ച് ചെയ്യാം കേട്ടോ. ടച്ച് ചെയ്യാം സ്റ്റാർ ഫിഷിനെ. പിന്നെ ഇവിടെ വെച്ചാൽ മാംഗ്രോവ് ഉണ്ട്. പിന്നെ കുറേ തരത്തിലുള്ളൊരു പിന്നെ എന്ന് വെച്ചാൽ നമ്മളിത് ഇതുപോലെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ കുറേ അകത്തുനിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം ചെയ്ത് അകത്ത് നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യാം, കഴിക്കാം, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി അവിടെ ഇതുണ്ട്, ബോട്ട് സർവീസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അക്വേറിയത്തിൻ്റെ എൻട്രി ഫീ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവർക്കും സമ്മർ സീസണിൽ പോകാൻ പറ്റിയൊരു പ്ലേസും കൂടിയാണിത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.